നമസ്കാരം. ആതുര സേവന രംഗത്ത് മികച്ച രീതിയിൽ ജീവിത വിജയം നേടുവാൻ ജോലി സാധ്യത ഏറെയുള്ള കോഴ്സുകളാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ. ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതേപോലെ തന്നെ മികച്ച രീതിയിലുള്ള പഠന രീതികളും ലാബുകളും ടീച്ചിങ്ങും ഒക്കെയുള്ള സ്ഥാപനങ്ങൾ നമുക്കതിന് അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെയാണ് ലൈവ് TV കേരളയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. കോട്ടയത്തെ SH സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ്, അതിൻ്റെ ബ്രാഞ്ച് പാലായിലുമുണ്ട്. സ്വദേശത്തും വിദേശത്തും ഒക്കെ ജോലി നേടാൻ കഴിയുന്ന ഇവിടുത്തെ കോഴ്സുകളെക്കുറിച്ച് വളരെ വിശദമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. SH സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഡയറക്ടർ ബഹുമാനായ TU ഇമ്മാനുവൽ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാറേ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കണമെന്നുള്ളത്. അന്നത്തെ സാഹചര്യത്തിൽ നടന്നില്ല. ഇപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഒരു അഡ്മിഷൻ വേണം. അപ്പം നമ്മൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെയാണ് സാറേ ഇവിടെ ഉള്ളത്? നമ്മളിവിടെ ചെയ്യുന്നത് BOK MLT, BSc MLT, 3 വർഷത്തെ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ്. അതോടൊപ്പം തന്നെ റേഡിയോളജിയുടെ കോഴ്സുകളുണ്ട്. എക്സ്റേ, ECG, CT, MRI. ശരി. പിന്നെ ഡയാലിസിസ്, OT ടെക്നീഷ്യൻ. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സുണ്ട്. പിന്നെ GDA, കെയർ ഗീവറുടെ കോഴ്സുകൾ. അത്തരം കോഴ്സുകളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പെൺകുട്ടികൾക്ക് പറ്റിയ കോഴ്സുകളാണോ അല്ലാതെ എല്ലാ ആൺകുട്ടികളും? എല്ലാവർക്കും, 2 കൂട്ടർക്കും പറ്റുന്ന കോഴ്സുകളാണ്. എങ്കിലും രഹസ്യം ചെയ്യട്ടെ, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സ് ഏതാണ്? കൂടുതൽ ജോലി സാധ്യത നമ്മൾ ലാബിൻ്റെ കോഴ്സിന് തന്നെയാണ്. MLT ആണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ നമുക്കുള്ളത്. ശരി. നമുക്ക് അതേപോലെ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകളാണോ സാറേ എല്ലാം? അതെ, ഇത് കേരളത്തിന് പുറത്തുനിന്നുള്ള UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇന്ത്യക്ക് പുറത്തുമെല്ലാം ധാരാളം ജോലി സാധ്യതകളുള്ളതാണ്. അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി. ശരി. എൻ്റെ പേര് അഭിജിത്ത് മോഹൻ. ഇതെൻ്റെ സുഹൃത്ത് അനൂപ്. അതിൽ എൻ്റെ വീട് തൊടുപുഴയിലാണ്. ഞങ്ങൾ പഠിക്കുന്നത് SH സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. ഇവിടെ നല്ല മികച്ചൊരു പഠന രീതി തന്നെയാണ് നടക്കുന്നത്. ലാബും അങ്ങനെ പല കാര്യങ്ങളും ടീച്ചേഴ്സ് ആയാലും നല്ല ഫ്രണ്ട്ലി മൈൻഡൊക്കെയാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സ് തന്നെയാണ് റേഡിയോളജി. അതിനകത്ത് BVOK ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഡിപ്ലോമ, BVOK, BSc അങ്ങനെ പല ഇതുണ്ട്. അതിനകത്ത് ഞങ്ങൾ BVOK ആണ് എടുത്തിരിക്കുന്നത്. വളരെ മികച്ചൊരു പഠന രീതി തന്നെയാണ്. അതേപോലെ തന്നെ സാറേ, പിന്നെ നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ? പ്ലേസ്മെൻറ്റ് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളുമായിട്ടും നമുക്ക് നല്ല ബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സിസ്റ്റേഴ്സ് ധാരാളം നോർത്ത് ഇന്ത്യയിലെല്ലാം ധാരാളം മലയാളി സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലുകളുണ്ട്. കൂടുതലും നമ്മൾ അവിടേക്കാണ് പ്ലേസ്മെൻറ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കെയർ കിട്ടും, നമുക്ക് കെയർ കിട്ടും. അവിടെ ലൈഫ് സെക്യൂറാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യും. നല്ല വലിയ ഹോസ്പിറ്റലുകൾ കേരളത്തിന് വെളിയിൽ ധാരാളം നമ്മുടെ കത്തോലിക്ക അച്ഛന്മാരും സിസ്റ്റേഴ്സും ധാരാളം ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അവിടേക്കാണ് നമ്മൾ കൂടുതലും കുട്ടികളെ നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. ശരി സാറേ, അനിയത്തി ഇങ്ങനെ നെറ്റിൽ നോക്കിയപ്പോൾ അവളെന്നോട് പറഞ്ഞത് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു സമീപനം അതാണ് എടുത്തു പറയേണ്ടത്. എല്ലാ രീതിയിലും കെയർ ചെയ്യുന്ന ടീച്ചേഴ്സ്, ഇവിടെ ലാബുകൾ, അതേക്കുറിച്ചൊന്ന് പറയാമോ സാറേ? നമുക്ക് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഗവൺമെൻറ്, കൂടുതലും മജോറിറ്റി ടീച്ചേഴ്സ് ഗവൺമെൻറ്റിൽ തന്നെ പഠിച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത്. പുതുതായിട്ട് തന്നെ ആരുമില്ല, എല്ലാവരും വർഷങ്ങളായിട്ട് നിൽക്കുന്നവരാണ്. അവർക്കെല്ലാം അതിൻ്റേതായ ഒരു കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ഒരു പാകതയും പക്വതയും എല്ലാം അവർക്കുണ്ട്. അപ്പോൾ കുട്ടികൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ജോലിക്ക് പോയാൽ പോലും അവർക്ക് വീണ്ടും കുട്ടികളെക്ക് ഈ ടീച്ചേഴ്സിനെ വിളിക്കാനും അവരുടെ അഡ്വൈസ് സ്വീകരിക്കാനും ഒക്കെ ധാരാളം പറ്റുന്നുണ്ട്. വേണ്ട ഡയറക്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുള്ള കോഴ്സുകളും കാര്യങ്ങളും ക്ലാസ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. എൻ്റർപ്രണർഷിപ്പ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു പ്രോഗ്രാമും നമ്മൾ ഇതിൽ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ DCA പോലെയുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളും ഈ ഒപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഇല്ലാണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ട ക്ലാസ് ജീവിതത്തിലേക്ക് വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറാണല്ലോ ഏറ്റവും കൂടുതൽ അവിടെ പെർഫോമൻസിനാണ് പ്രാധാന്യം. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഒരു ഉദ്യോഗാർത്ഥിയുടെ കാലിബർ എൻഹാൻസ് ചെയ്യണം, അവർക്ക് നല്ല കോൺഫിഡൻസ് ലെവലൊക്കെ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ട്രെയിനിങ്ങുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ജോസിയ, ഞങ്ങൾ MLT ആണ് പഠിക്കുന്നത്. ഇതെൻ്റെ കൂട്ടുകാരി നിസ, ഇതെൻ്റെ കൂട്ടുകാരി ശാലു. ഈ കോളേജിൽ നന്നായിട്ട് പഠിക്കാനും നല്ല മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ട്രെയിനിങ്ങിനായി പോകാനും ഞങ്ങൾക്ക് കഴിയും. അതുപോലെ ഓരോ കോഴ്സിന് വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വല്ലതും ഉണ്ടോ സാറേ? മെയിനായിട്ടും ഓരോന്നിനുണ്ട്. +2 പാസ്സാണ് ഡിഗ്രി കോഴ്സുകൾക്കെല്ലാം വരുന്നത്. പിന്നെ ഈ കെയർ ഗീവറുടെ കോഴ്സുകൾ, ആ കോഴ്സിന് വരുന്നത് നമുക്ക് ഒരു ഷോർട്ട് ടൈം കോഴ്സാണ്, 6 മാസത്തേക്കാണ്. എബ്രോഡ് ധാരാളം പോകുന്നുണ്ട്. ആ കോഴ്സിന് നമുക്കൊരു SSL ആണെങ്കിലും മതി. നമുക്ക് ക്ലാസ് ടൈമൊക്കെ എങ്ങനെയാണ് സാറേ? ക്ലാസ് ടൈം നമുക്ക് റെഗുലർ ക്ലാസ്സാണ് ഇവിടെ, ഡിസ്റ്റൻസ് ഡെഡിക്കേഷൻ ഒന്നുമില്ല. 10 മണി മുതൽ 3:30 വരെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം വരും. ശരി. നമ്മുടെ കോട്ടയത്തെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? കോട്ടയത്ത് നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഒരു 50 മീറ്റർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത്. പാലായിൽ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട് അല്ലേ? പാലായിൽ നമ്മുടെ ഒരു സെൻ്റർ ഉണ്ട്. സെയിം കോഴ്സുകൾ തന്നെയാണോ? സെയിം കോഴ്സുകൾ തന്നെയാണ് അവിടെ തന്നെ. അവിടെ നമുക്ക് ലാബും കാര്യങ്ങളുമെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് സാറേ? അഡ്മിഷൻ്റെ പ്രൊസീജിയർ ഡയറക്റ്റ് ഇവിടെ വന്ന് തന്നെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് നമുക്കൊരു 1000 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ബാക്കി ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഓരോ കോഴ്സിനും അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ഫീസിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് പറയുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ഒരു 20,000 ആണ് ഫസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത്. രജിസ്റ്റർ ചെയ്യാൻ 1000 രൂപയുടെ ആവശ്യമേ വരുന്നുള്ളൂ. SSLC ബുക്കിൻ്റെയും +2ൻ്റെയും ആധാറിൻ്റെ എല്ലാം കോപ്പി തന്നു കഴിഞ്ഞ് ഫോട്ടോയും തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ആവും. അപ്പോൾ നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാണ്. കോട്ടയത്ത് ധാരാളം ഹോസ്റ്റൽ സൗകര്യങ്ങൾ നമുക്ക് നമ്മളോട് അസോസിയേറ്റ് ചെയ്തു പോകുന്ന ധാരാളം ഹോസ്റ്റലുകൾ, നമ്മുടെ ഇൻവോൾവ്മെൻറ്റിൽ തന്നെ നടക്കുന്ന ധാരാളം ഹോസ്റ്റലുകൾ നമുക്കുണ്ട്. അത് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് കുട്ടികൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. അതുപോലെ ഇവർക്ക് പ്ലേസ്മെൻറ്റ് കാര്യങ്ങളും ഇൻറ്റേൺഷിപ്പ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരി. ഒരു 3 വർഷത്തെ കോഴ്സിൽ ഞങ്ങളൊരു 9 മാസം 2 വർഷത്തിൽ, സെക്കൻഡ് ഇയറിൽ ഒരു 3 മന്ത്സും തേർഡ് ഇയറിൽ ഒരു 6 മന്തും ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സാറ് വരുന്നതിന് മുമ്പ് ഞാൻ കയറി വന്നപ്പോൾ 1-2 കുട്ടികളോട് ഇങ്ങനെ ചോദിച്ചിരുന്നു. അവർ പറഞ്ഞത് മികച്ച രീതിയിൽ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് നമുക്ക് തരുന്നത്, ലാബ് സൗകര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടെന്ന് പറഞ്ഞത്. അത് പേരൻസിനോടും കുട്ടികളോടും ചോദിച്ചിട്ട് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലം, ഇപ്പോൾ എറണാകുളത്തും മൂവാറ്റുപുഴ, തൊടുപുഴ, നമുക്ക് ഈ മധ്യ കേരളത്തിലാണ് നമ്മൾ കൂടുതലും ട്രെയിനിങ്ങിന് വിടുന്നത്, ദൂരേക്ക് അധികം വിടാതെ. അപ്പോൾ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് പോയി വരാവുന്ന തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 9 മാസം ട്രെയിനിങ് കൊണ്ട് എന്തായാലും ആ കുട്ടിക്ക് നല്ല രീതിയിൽ എല്ലാ മെഷീൻസും ഒരു ഹോസ്പിറ്റലിൻ്റെ ഓവറോൾ കാര്യങ്ങൾ അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ അഡ്മിഷന് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എപ്പോഴാണ് അതിൻ്റെ നടക്കുന്നത്, എപ്പോഴാണ് സമയം? നമ്മൾ എല്ലാ വർഷവും ജൂലൈ 1-നാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ് +2 ഒക്കെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്നെ അഡ്മിഷൻ, ഇപ്പം തന്നെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളുടെ കെയർ ഓഫിൽ വരുന്നവരെല്ലാം അഡ്മിഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്നെ, +1 റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഏപ്രിൽ ലാസ്റ്റ് മെയ് ആദ്യത്തോടുകൂടി അഡ്മിഷൻ തുടങ്ങും. മെയ്യും ജൂണും അഡ്മിഷൻ നടക്കും. ജൂലൈ 1-ന് ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ഓൺലൈനിൽ നമുക്ക് കിട്ടുമോ സാർ? അത് ഇവിടെ ഒന്ന് വാങ്ങണം? അല്ല, ഡയറക്റ്റ് വന്ന്. കാരണം കാര്യങ്ങളെല്ലാം നേരെ പറഞ്ഞ് ഒരു ഡൗട്ടും അതിനകത്ത് വരാൻ പാടില്ല. നേരെ വാ പോകും. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കും. ഒരാവശ്യമില്ലാത്ത ഒരു ഓഫറുകളും നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് എല്ലാം മുഖത്തോട് മുഖം നോക്കി പറഞ്ഞ് ബോധ്യപ്പെട്ട്, കണ്ട് കേട്ടും ബോധ്യപ്പെട്ട് അഡ്മിഷൻ എടുക്കാനാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് പോകുന്നത് അല്ലേ? അങ്ങനെയാണ് പോകുന്നത്. അത് ശരി. എൻ്റെ പേരാണ്, ഇത് എൻ്റെ സുഹൃത്ത് ലിബിൻ. ഞങ്ങൾ SH സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് പാലായിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്നത് BVOC RIT എന്നാണ് പറയുന്നത്. ഇത് വളരെയധികം മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കോഴ്സാണ്. പലയിടത്തും നമുക്ക് പ്ലേസ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ 3 മാസം ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അതിന് നമ്മൾ ഇവിടുന്ന് തന്നെ കോളേജിൽ നിന്ന് നമുക്ക് പ്ലേസ്മെൻറ്റ്സ് തരുന്നുണ്ട് നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ കോഴ്സ് തീരുമ്പോഴാണെങ്കിലും നമുക്ക് ഇവിടുന്ന് തന്നെ ട്രെയിനിങ് തരുന്നുണ്ട് 6 മാസത്തേക്ക്. അതിന് നമുക്ക് പ്ലേസ്മെൻറ്റ് നമ്മുടെ കോളേജിൽ നിന്ന് തരുന്നുണ്ട്. പിന്നെ കോഴ്സ് കഴിഞ്ഞാലും നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴും നമ്മുടെ കോളേജിൽ നിന്ന് സാർ അറിയിക്കുന്നതാണ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, നിങ്ങളെന്താ എത്ര നാൾ ചെയ്യണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ തരുന്നുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. നല്ല സൂപ്പർ കോളേജാണ്. ഫ്രണ്ട്ലി ടീച്ചേഴ്സ്. നമുക്ക് പഠിത്തത്തിനാണേലും വലിയ സീനില്ലാതെ അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ഇവിടെ ബാച്ചുകളാണേലും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളെല്ലാം ഒരു ബാച്ചായിട്ട് എല്ലാം ഒരു കുടുംബം പോലെ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് ഈ പാരാമെഡിക്കൽ അല്ലേ സാറേ? അതെ.
അതായത് ഇന്നത്തെ ലോകത്ത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് കമ്പനികൾ എല്ലാം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ ഹോസ്പിറ്റൽ, വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ ധാരാളം ഹോസ്പിറ്റലുകൾ കേരളത്തിൽ തന്നെ പുതുതായി സ്ഥാപിക്കുന്നുണ്ട്. ഇപ്പം സൺറൈസ് ഹോസ്പിറ്റൽ ഒരു ഉദാഹരണം പറഞ്ഞു, അവർ 8ഓളം ഹോസ്പിറ്റലുകൾ പുതിയത് വരിക. അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർക്ക് ഹോസ്പിറ്റലുണ്ട്. അതുപോലെ ഒരുപാട് ഹോസ്പിറ്റലുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അവർ എബ്രോഡ് എന്നുള്ള പേഷ്യൻസിനെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൂടുതലും ട്രീറ്റ് ചെയ്യാനും കൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറവാണ്. മറ്റു രാജ്യങ്ങളെ വെച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിനേക്കാളും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറവുണ്ട്, നല്ല ഫെസിലിറ്റീസ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഭയങ്കര ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അത് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് പോകുമ്പം ധാരാളം ഓപ്പർച്യൂണിറ്റികൾ, വിവിധ തരം കാറ്റഗറി വിവിധ പോസ്റ്റുകൾ. ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ തന്നെയാണെങ്കിൽ നിരവധി വേക്കൻസിയാണ് ഒരു ഹോസ്പിറ്റലിൽ. എത്രയോ ഡിപ്പാർട്ട്മെൻറ്റ്സ്, പണ്ടൊന്നും ഇല്ലാതിരുന്ന രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എണ്ണം കൂടി. NABH അക്രഡിറ്റേഷൻ അങ്ങനത്തെ എല്ലാം വരുന്നതോടുകൂടി ഡിപ്പാർട്ട്മെൻറ്റ്സും ധാരാളം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ആൾക്കാരെ വേണം, എല്ലാവരും എൻ്റെ ഇൻചാർജുകളെല്ലാം വേണം. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ധാരാളം ഉണ്ട്. പിന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, ആംബുലൻസിലൊക്കെ പേഷ്യൻസിന് എമർജൻസി കെയർ കൊടുത്ത് ഷിഫ്റ്റിങ്ങിന് വരുമ്പോൾ അതിനെല്ലാം നമുക്ക് എല്ലാ മേഖലയിലും ആവശ്യമാണ്. അതൊക്കെ ഫാസ്റ്റായിട്ടുള്ള ഇപ്പം അത്തരം പെട്ടെന്ന് പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ടതിന് അതിനൊരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പാകത്തിന് എക്യുപ്ഡ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റാഫിനെ വേണം. അതിന് കൂടുതലും ബോയ്സിന് അതിന് കൂടുതൽ സാധ്യതകളുണ്ട്, ആംബുലൻസിൽ പോകാനും പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ. അപ്പം മികച്ച രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനം, ഒരുപാട് വർഷത്തെ സേവന പാരമ്പര്യമുണ്ട്, ഒരുപാട് അവാർഡുകളൊക്കെ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്ര വർഷമായി കാണും ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നിട്ട്? ഞാനൊരു 10-20 വർഷം ആയിട്ട് ഈ രംഗത്തുണ്ട്. അത് ശരി. മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ്. മെഡിക്കൽ കുടുംബമാണ്, ഞങ്ങളെല്ലാവരും മെഡിക്കൽ ഫീൽഡിലാണ്, മക്കളും വൈഫും എല്ലാം ഞങ്ങളെല്ലാം മെഡിക്കൽ കുടുംബമാണ്. കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തറവാട്ട് അറിയാം. അല്ലേ, നമ്മൾ അതിൻ്റെതായ എത്തിക്സ് കീപ്പ് ചെയ്താൽ പോകുന്നത്. ഒരു ബിസിനസ്സുമായിട്ട് മാത്രമല്ല നമ്മളിതിനെ കാണുന്നത്. അതെ അതെ. അതിന് ഓരോ കുടുംബങ്ങളോടും ഓരോ പേരൻസിനോടും നമുക്ക് അതിൻ്റെതായ ബന്ധങ്ങളുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പേഴ്സണൽ റിലേഷൻഷിപ്പ്. എവിടേക്ക് വരുന്ന ഓരോ കുടുംബങ്ങളല്ല രക്ഷപ്പെടുന്നത്. കുടുംബങ്ങൾ രക്ഷപ്പെടുന്നത്. എനിക്ക് പൈസ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നത് ഒരു ജീവിതം കരുപ്പിടിച്ച്, കാരണം വളരെ പ്രതീക്ഷയോടെ അവിടെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ കൊണ്ട് ഫീസ് അടച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ജോലി കിട്ടുക എന്ന് പറയുമ്പം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തരുന്നത്. അല്ല, എന്നോട് ഒരു പേരൻറ്റ് പറഞ്ഞത്, ഞാൻ ഡീറ്റെയിൽഡ് അന്വേഷിച്ചു, അനിയത്തിൻ്റെ കാര്യമല്ലേ, ജോലിക്ക് വിട്ടാലും സാർ അതിൻ്റെ ആഫ്റ്റർ സർവീസ് പോലെ അവരുടെ കാര്യങ്ങൾ എന്താണ്, അല്ല ഇവിടെ പഠിച്ചു പോയി ജോലി ലഭിച്ചു എന്നുള്ളതല്ല, ആ കാര്യങ്ങൾ കുട്ടികളുടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ ഹോസ്പിറ്റലിൻ്റെയും ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ആ ഒരു ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും അവർക്കൊരു കെയർ അവിടെ കിട്ടും, ഒരു പരിഗണന കിട്ടും. നമ്മൾ വിട്ട കുട്ടികൾക്കാണെങ്കിൽ പരിഗണന കിട്ടും. പിന്നെ ആ കുട്ടികൾ നല്ല രീതിയിൽ നിന്നാൽ മതി. ജോലി കിട്ടുക എന്ന് പറയുന്നത് അവിടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരുടെ കാലിബറും കൂടെ അനുസരിച്ചിരിക്കും. നമ്മൾ സർട്ടിഫിക്കറ്റ് വരെ റെഡിയാക്കി പരീക്ഷയൊക്കെ നടത്തി കൊടുക്കാൻ പറ്റും. പക്ഷേ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പെർഫോമൻസ് ലെവലിൽ അവരൊരു 50% അവരുടെ കയ്യിലാണ് അതിരിക്കുന്നത്. അത് അവർ ആ ഒപ്പം നിന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ഫീൽഡ് ഔട്ടായി പോകാൻ ഉള്ള സാധ്യത, അവർക്ക് കൂടെ താല്പര്യം വേണം, എങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അതെ അതെ അതെ. നമ്മൾ സ്കിൽഡ് ലേബർ ആവണമെന്ന് പറയുന്ന പോലെ സ്കിൽഡ് ആയിരിക്കണം. സ്കിൽഡാണ്, ആറ്റിറ്റ്യൂഡ് എല്ലാം അതിനകത്ത്. ജോലി കിട്ടാനും ജോലി സക്സസ് ആവാനും ഈ ആറ്റിറ്റ്യൂഡ് വളരെ ഒരു പ്രധാനമാണ്. കസ്റ്റമർ സർവീസ്. അല്ല, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അനിയത്തിയോടും പറയണം. നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. എന്തായാലും വളരെ വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. കാര്യം അനിയത്തി എന്തായാലും ഞാൻ ഇവിടെ ചേർക്കുകയാണ്. ഇത്രയും നേരം സംസാരിച്ചതിന് പ്രത്യേക നന്ദി പറയുകയാണ്. അപ്പോൾ ജീവിത വിജയം നേടുവാൻ സ്വദേശത്തും വിദേശത്തും ഒക്കെ ജോലി നേടുവാൻ കഴിയുന്ന കോഴ്സുകളാണെന്ന് സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹമുണ്ടവർ തീർച്ചയായും SHS സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് നിങ്ങൾക്കൊരു വഴികാട്ടി തന്നെയാവും. പ്രിയപ്പെട്ട ഇമ്മാനുവൽ സാറിനും ക്യാമറമാൻ റിജോയ് പറവൂറിനും എൻ്റെ മീഡിയ ടീമിനൊപ്പം സൈനിങ് ഓഫ് ഷിയാർ ചങ്ങനാശ്ശേരി.